ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന വിഷയം എന്ന് വെച്ചാൽ നിശബ്ദത. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കണ്ടാലും പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇന്നും നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ട്. കാരണം അവരെല്ലാം കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. ഇത് രണ്ടും ഉണ്ടായിട്ടും അവർക്ക് ഒന്ന് മിണ്ടാനോ ഇല്ലെങ്കിൽ ആ കേൾവിക്ക് മറുപടി കൊടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ കാണുന്ന കാര്യം തെറ്റാണെന്ന് പറയാനോ ഒന്നും പറ്റാത്ത വിഭാഗത്തിൽപ്പെട്ട ചില മനുഷ്യർ ഇന്നും നമുക്ക് ചുറ്റും കാണാറുണ്ട്. അത് പ്രതികരണശേഷി ഇല്ലാത്ത മനുഷ്യരെന്ന് ചില ആൾക്കാർ അവർ പറയും. പക്ഷേ എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നെന്ന് വെച്ചാൽ അത് പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഇങ്ങനൊരു പ്രശ്നം ചെന്ന് ഫേസ് ചെയ്യാനുള്ള ധൈര്യക്കുറവാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടത് ധൈര്യമാണ്. അതില്ലാത്തത് കൊണ്ടാണ് അവരതിനെ കണ്ടിട്ടും കാണാത്ത കണക്കും അല്ലെങ്കിൽ കേട്ടിട്ടും കേൾക്കാത്ത രീതിയിലും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു കാര്യം ഇവിടെ ചോദിക്കുകയാണ്. കണ്ണുണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചെവി കണ്ടിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടുമില്ലാത്ത മനുഷ്യരുടെ അവസ്ഥയോ? അവർക്കൊന്നിനോടും പ്രതികരിക്കാൻ പറ്റില്ല. ഈ ലോകം എന്താണെന്നറിയാൻ പറ്റത്തില്ല. അങ്ങനെയും മനുഷ്യരെ നമ്മൾ കണ്ടു. മിക്കപ്പോഴും നമ്മൾ പുറത്തിറങ്ങും കാണാറുണ്ട് ഈ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർ. ചിലർക്ക് ചെവി കേൾക്കാം, ചിലർക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. അവരൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പോവും. ചിലവർക്ക് കണ്ണ് കാണാം, ചിലവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. ഒരു വണ്ടി വലിയ അടുത്തൂടെ പോയാൽ പോലും നിങ്ങൾ അറിയില്ല. പിന്നെ ഇത് രണ്ടും കേൾക്കാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. അവരുടെ മുമ്പിൽ ഈ ലോകം ഭയങ്കര ഇരുട്ടാണ്. അവർക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യർ ഈ സ്പർശനം കൊണ്ട് മാത്രം തിരിച്ചറിയാൻ പറ്റൂ എന്താണെന്ന്. അല്ലാതെ അവർക്ക് ഈ ലോകം എന്താണെന്നോ ഇല്ലെങ്കിൽ നമ്മൾ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ചെന്ന് അടുത്ത് നിന്നാൽ നമ്മളെ അവരിങ്ങനെ തൊടുമ്പോൾ മനസ്സിലാവും, ഇതൊരു സ്ത്രീയാണ്, ഇല്ലെങ്കിൽ ഇതൊരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു മതിലാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും. അവർക്ക് കേൾക്കാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. അങ്ങനെയും ചില മനുഷ്യർ നമ്മുടെ ഇന്ന് ഈ നമുക്ക് ചുറ്റും ചില ആൾക്കാർ ഉണ്ട്. പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ എത്രയോ ഭാഗ്യം ചെന്ന മനുഷ്യരാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം. ഈ ഭൂമി എന്താണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അന്നേരം നമ്മൾ അതുണ്ടായിട്ട് പോലും നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളത് തിരിച്ച് പ്രതികരിക്കാതെ ഇരിക്കും. അത് പ്രതികരണശേഷി ഇല്ലായ്മയെന്ന് തന്നെ ഞാൻ പറയും. അത് നമ്മൾ ധൈര്യക്കുറവ്. കാരണം നമ്മൾ അതെങ്ങനെ ചെയ്താൽ അത് വേറുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുമോ എന്ന് ചിന്തിക്കും. അതിൽ അങ്ങനൊരു ക്യാരക്ടർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നിലും ഉണ്ടായിരുന്നു. കാരണം ചില മനുഷ്യർ നമ്മളോട് എന്ത് ചെയ്താലും അതിനെ പ്രതികരിക്കാതെ അവരിപ്പോൾ ശരിയാകും, നാളെ ശരിയാകും എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അവർ ശരിയാവില്ല. നമ്മൾ മാറി, നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങി. നമ്മളെ പറയുന്ന ആൾക്കാരോട് നമ്മൾ തിരിച്ചു പറയാൻ തുടങ്ങി. അവർ നമ്മളെ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അവർ മരിക്കുന്ന കാലം വരെ നമ്മളെ ഇങ്ങനെ കുരിശിൽ കയറ്റിക്കൊണ്ടേയിരിക്കും. അത് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾക്ക് ഞാൻ അന്നേ പ്രതികരിച്ച് അന്നേ രീതി നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ചും കൂടെ ബെറ്ററായി നിന്നേനെ ജീവിതത്തിൽ. പക്ഷെ ഞാൻ അന്ന് ശ്രമിച്ചില്ല. അന്ന് നമ്മൾ ചിന്തിച്ചു അവർക്ക് വേദനിക്കുമല്ലോ അല്ലെങ്കിൽ അവർ വിഷമിക്കുമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ നമ്മൾ അത്രയും വിഷമങ്ങൾ വിഷമിക്കുന്നത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യർ അങ്ങനെയാണ്. എല്ലാവരും സെൽഫായിട്ട് അവരവരെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കും. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയൊരു, നമ്മൾ അവരോട് വലിയൊരു തെറ്റ് ചെയ്ത മാതിരി ഫീൽ നമുക്ക് തരും. ചിലപ്പോൾ ഒരു നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അവർക്ക് ആ നിസ്സാര കാര്യം പോലും അവർക്ക് നമ്മളിൽ നിന്ന് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ അവരിൽ നിന്ന് നമ്മൾ എന്ത് വേണമെങ്കിലും ഏറ്റെടുത്ത് നമ്മൾ താങ്ങിക്കണം. അങ്ങനെ ചില മനുഷ്യരുണ്ട് കേട്ടോ. എനിക്കിന്ന് പറയാനുള്ള ഇത്തരത്തിൽപ്പെട്ട കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. കാരണം നമുക്ക് കണ്ണുണ്ടായാലും ചെവി ഉണ്ടായാലും നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ അത് പ്രതികരിക്കണം. ചില ആൾക്കാർക്ക് മിണ്ടാൻ പോലും പറ്റത്തില്ല. കണ്ണുകൊണ്ട്
ചെവിയുണ്ട്, ഒരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം ഈ ലോകത്ത് ഏതൊക്കെ തരത്തിൽപ്പെട്ട മനുഷ്യരാണ് ദൈവം സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നത്. അന്നേരം ആ ഒരു കാര്യം വെച്ച് നമുക്ക് മിണ്ടാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഭാഗ്യം ചെന്ന മനുഷ്യരല്ലേ. ഉള്ള ഒരു വലിയൊരു സൗഭാഗ്യമാണ്. നമുക്ക് എന്തിനേക്കാട്ടിയും വലിയൊരു സൗഭാഗ്യം തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സംസാരിക്കാനും കാണാനും കേൾക്കാനും പറ്റുന്നുള്ള ഒരു കഴിവ്. അത് അത്രയും ഇനി കോടികളുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതൊന്നും പറ്റാത്തൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം നമുക്കിതെല്ലാം തന്ന് നമ്മളെ ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടു പോയി. എന്നിട്ട് നമ്മൾ അത്രയും മനോഹരമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ട് ഇരിക്കുക, നമ്മൾ അത്രയും മനോഹരമായിട്ട് ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പം ചില മനുഷ്യർ പല രീതിയിലാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത്, കുഞ്ഞു മക്കളെ ഉപദ്രവിക്കുന്നത്, കുഞ്ഞാമക്കളെ ഉപദ്രവിക്കുന്നത്, എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ. ദൈവം ഇതെല്ലാം കൊടുത്തിട്ടും അവരൊക്കെ വന്ന് ഇത്രയും നീചമായ പ്രവൃത്തികൾ ഇന്നും ഈ ഭൂമിയിൽ ചെയ്യുന്നത്. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവമുണ്ട്, ദൈവമില്ലേ ചോദിച്ചാൽ ദൈവമില്ല. എനിക്ക് അങ്ങനെ പറയാനേ അറിയൂ. നിങ്ങളുടെ വിശ്വാസം എന്താണോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക, ദൈവമില്ലെന്ന് വിശ്വസിച്ചാൽ ദൈവമില്ലെന്ന് വിശ്വസിക്കുക. എന്തും നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ്. നിങ്ങൾ എന്ത് തിങ്ക് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ജീവിതം എന്നൊരു പട്ടികയിൽ കൊണ്ട് നിങ്ങളെ നിർത്തി ഹരിച്ച് ഗുണിച്ച് എല്ലാം ക്ലിയറാക്കുന്നത്. കാരണം നമ്മൾക്ക് കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു ദിവസം ശരിയായാലും ഒരു ദിവസം ശരിയാകത്തില്ല, ഒരു ദിവസം ശരിയായാലും ഒരു ദിവസം ശരിയാകത്തില്ല. അങ്ങനെ ഒരു രീതിയിൽ കൂടെ പോകുന്ന ഒരു ജീവിതമാണ് ഇന്ന് എൻ്റേത്. കാരണം എനിക്ക് ചുറ്റുമുള്ളവർ ഒരുമിച്ചിരുന്ന് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇപ്പം അപ്പയുണ്ടായിരുന്ന സമയത്തായാലും എൻ്റെ ഫാമിലി ഒരിക്കലും ഞാൻ ഒരുമിച്ചിരുന്ന് ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നൊരു ഇതാകുകയോ ഞാൻ ചെയ്തിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് ലൈഫിൽ ദൈവം തന്നിട്ടുണ്ട്. കാരണം അപ്പ ജീവിച്ചിരുന്ന സമയത്ത് അമ്മ അബ്രോഡായിരുന്നു, അമ്മ നാട്ടിലെ സമയത്ത് അവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ എല്ലാം ഒഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ മനുഷ്യരായിട്ട് അതെല്ലാം ഉണ്ടാക്കി അത് പിന്നും തിരിയും. പിന്നെ ചില വിവരം കെട്ട ബന്ധുക്കളും ഉള്ളത് പറയാല്ല. നമ്മൾ പോലും അറിയാം നമ്മുടെ മനസ്സിലേക്ക് വിഷങ്ങൾ കുത്തിവെച്ച്, ശരിയോ തെറ്റോ എന്നറിയില്ല, പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും നമുക്കുണ്ടാകുന്ന വേദനകളും ഫീലിങ്സും, അയ്യോ ഇവർ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നമ്മളോട് സ്നേഹം ഇല്ലാത്തതെന്ന് തോന്നുക. അതിലെന്താ തെറ്റും ശരിയെന്ന് എനിക്കറിയില്ല. അന്നേരം ദൈവം എല്ലാം തന്ന് നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് വിട്ടിട്ടും നമ്മൾ പിന്നെയും കുറവുകളുള്ളവരായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുക. സീരിയസ്ലി സമാധാനം എന്ന് പറയുന്നൊരു കാര്യം ചില മനുഷ്യരെ കൊണ്ടാകും. ഇതൊക്കെ ഉണ്ടായിട്ട് സമാധാനം കിട്ടത്തില്ല, അത് കുറവ് തന്നെയാണ്. എന്താണോ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്താണ്? എനിക്ക് എന്നെക്കുറിച്ച് പറയാനാണ് ഏറ്റവും കൂടുതൽ നിങ്ങളോടുള്ളത്. എല്ലാത്തിനും ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വിചാരിക്കുന്നവർ ഒരു സമയത്ത് നമുക്ക് ഒന്നും അല്ലാതാവുക, അവർ നമ്മുടെ ആരുമല്ലെന്ന് ചിന്തിക്കുക, ഇത് നമ്മുടെ ആരുമല്ലെന്ന് പറയുക. ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. എനിവേ ഇന്ന് ഇത്രയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എവിടെ ഇരുന്നാലും നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക, വേറുള്ളവർക്കൊരു ഉപദ്രവം ചെയ്യാതിരിക്കുക. നമ്മൾ കാരണം ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം വരാതെ നമ്മളെപ്പോഴും നോക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. മരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ പറയുക, നമ്മൾ മരിച്ചു കിടക്കുന്നൊരു വ്യക്തിയെടുത്ത് ഇനി നമ്മൾ എന്തെന്ന് പറഞ്ഞാലും നോ പ്രതികരണം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്ത തെറ്റുപോലും ഏറ്റു പറഞ്ഞാൽ പോലും അവിടെ ഒരു പ്രതികരണവുമില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ക്ഷമയോ മാപ്പോ ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട് പറയാനും
അതുപോലെ അവരെ സ്നേഹിക്കാനൊക്കെ നമുക്ക് സമയം. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അവരോട് ക്ഷമയോ കാര്യങ്ങളോ കരഞ്ഞു വിളിച്ചിട്ടോ ഒന്നും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. ഏതൊരു വ്യക്തിയും ജീവിച്ചിരിക്കുമ്പം അത്രത്തോളം സന്തോഷം സമാധാനം ഉണ്ടായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ ഓപ്ഷനെന്ന് ഞാൻ എപ്പോഴും പറയും. ഇപ്പം ഞാൻ പറഞ്ഞതെന്താണ്, ഞാൻ ചെന്ന് നിന്നേ അവിടെയാണ്. അതാണ് ലൈഫ്. നമുക്കാർക്കും ജീവിതത്തിലൊരു സ്ഥിരതയില്ല. മനസ്സിലായോ? പാഠം ഒന്നതാണ്. ജീവിതത്തിൽ ആർക്കും സ്ഥിരതയില്ലാത്ത മനുഷ്യരാണ്. എനിവേ, അന്നേരം കണ്ണുണ്ടായാലും ചെവി ഉണ്ടായാലും സംസാരിക്കാൻ പറ്റായാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ പ്രതികരിക്കുക. നോ എന്ന് പറയുന്നിടത്ത് നോ തന്നെ പറയുക, അല്ലാതെ മിണ്ടാതിരിക്കരുത്. വായുണ്ടിട്ട് മിണ്ടാതിരുന്നാൽ അത് പ്രതികരണശേഷിയില്ലാത്ത മനുഷ്യരായിപ്പോവും. കണ്ണുണ്ട് കാണാതിരുന്നാൽ കാഴ്ചയില്ലാത്ത ആളായിപ്പോവും. ചെവി കൊണ്ട് കേൾക്കാതിരുന്നാൽ കേൾവിയില്ലാത്ത മനുഷ്യരായി, കേൾക്കാതിരുന്നാൽ കേൾവിയില്ലാത്ത മനുഷ്യരായിപ്പോവും. അത് നമുക്ക് ദൈവം ചെവി തന്നതും കണ്ണുള്ളതും വായുള്ളതും നമ്മൾക്ക് നമ്മളോട് കാണിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് കാണിക്കുന്നത് കണ്ടാലും അത് പ്രതികരിക്കാനുള്ളത് മാത്രമാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ മിക്ക ആൾക്കാരും വന്ന് എന്നോട് പറയുന്നുണ്ട്, ആരുടെയും കാര്യങ്ങൾ പറയരുത്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ എനിക്ക് ദൈവം തന്നേക്കുന്ന എന്തിനാണ്, ചെവിയും കണ്ണും ഇതൊക്കെ ചില ആൾക്കാരോട് പ്രതികരിക്കാനാണ്. അത് അവരോട് വിദ്വേഷമല്ല പറയുന്നത്, അത് അവർക്ക് ഇനിയെങ്കിലും ഒരാളുടെയെങ്കിലും ഇത് കേട്ടിട്ട് അവർ ശരിക്കും നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. കാരണം ഈ ലോകം അങ്ങനെയാണ്. കാരണം എനിക്ക് ദൈവം കണ്ണ് തന്നിട്ടുണ്ട്, കേൾക്കാൻ ചെവി തന്നിട്ടുണ്ട്, സംസാരിക്കാൻ വാ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ കാണുന്ന തെറ്റുകൾക്ക് പ്രതികരിക്കാതിരിക്കേണ്ടത്? എന്തിനാണ്? പിന്നെ ചില മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല. എനിക്ക് അത്രയും അവരെക്കുറിച്ച് ചില മനുഷ്യർ നമ്മുടെ മുമ്പിൽ കാപട്യങ്ങൾ കാണിച്ച് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ചില ആൾക്കാർ നല്ലതെന്ന് വിചാരിക്കും, അവർ പിന്നെ അത് ലോകത്തെ ഏറ്റവും വലിയ മോശക്കാരെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സാണ് പിന്നെ അവരെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പ്രേരണ കിട്ടുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കുറ്റപ്പെടുത്തി സംസാരിച്ചുള്ള മൂന്ന് വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എണ്ണം കൂടാം, ലോകമല്ലേ. പക്ഷേ ഒരാൾക്ക് ഞാൻ എൻ്റെ ലൈഫിൽ 2 പേർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഒരാളുടെ വേഷം കെട്ടൽ കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ നിന്നത്. ദൈവം എനിക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനും ദൈവം കഴിവ് തന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അല്ല നമ്മുടെ ജീവിതത്തിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് നമ്മളെക്കുറിച്ച് എത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർ തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് പറയണം. അത് പ്രതികരണശേഷി ഉണ്ടായത് കൊണ്ടാണെന്ന് പറയുന്നത്. പ്രതികരണശേഷി ഇല്ലാത്തവരാണെങ്കിൽ മിണ്ടാതെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവരും സുഖമെന്ന് സന്തോഷമെന്നും വിശ്വസിക്കുന്നു. അതുപോലെ എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ. മറക്കരുത്, കണ്ണുണ്ടെങ്കിൽ കാണുകയും വേണം, ചെവി ഉണ്ടെങ്കിൽ കേൾക്കുകയും വേണം, നാവുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുകയും വേണം, എന്തിനോടായാലും. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ ബൈ, ടാറ്റ.